യൂണിയൻ ബജറ്റിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ച കേന്ദ്ര ബജറ്റ് എന്നാണ് പ്രാഥമികമായി കേരളത്തിൽ നിന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയുക. 7 അതിവേഗ റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ടും ഒന്നുപോലും കേരളത്തിനില്ല. കേരളത്തിനായി എയിംസ് പ്രഖ്യാപിച്ചില്ല. പ്രത്യേക സാമ്പത്തിക പാക്കേജോ വിഴിഞ്ഞത്തിന് സഹായ പദ്ധതിയോ പ്രഖ്യാപിച്ചിട്ടില്ല. അതിവേഗ റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിക്കുന്നതിനിടെ കേരളം കേരളമെന്ന് സംസ്ഥാന എംപിമാർ ആർത്ത് വിളിച്ചെങ്കിലും വനരോധനമായി അത് അവസാനിക്കുകയായിരുന്നു. In order to promote environmentally sustainable passenger systems, we will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. Financial sector. വിവരങ്ങളുമായി സുജിത് ചന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്ത്, യൂണിയൻ ബജറ്റിൻ്റെതായ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേറെ ഉണ്ടാവും. അതായത് പൊതുവായ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പൊതുവായ വിഷയങ്ങൾ, അത്തരം വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ കേരളം ആഗ്രഹിച്ച പലതുമുണ്ട്. ഇപ്പം സുരേഷ് ഗോപി കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകൾക്കും എയിംസ് അനുവദിച്ചിരുന്നു. അപ്പുറത്ത് ഈ ശ്രീധരനാണെങ്കിൽ അതിവേഗ റെയിൽ കോറിഡോർ അനുവദിച്ചിരുന്നു. ഇതൊന്നും പക്ഷേ നിർമ്മലാ സീതാരാമൻ ഇന്ന് പ്രഖ്യാപിച്ച ബജറ്റിലില്ല. അതെ ഹർഷൻ, ഇപ്പോൾ ഈ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന ധാരാളം പദ്ധതികളുണ്ട്. ഇപ്പോൾ ഈ നോളജ് എക്കണോമിയുടെ ഈ കാലത്ത്, അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ലോകത്ത്, അതിൻ്റെ അനുബന്ധ വ്യവസായങ്ങളുടെ കാലത്ത് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ധാരാളം പദ്ധതികൾ പൊതുവെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ എയിംസ് ഇല്ല, വേഗ റെയിൽ പദ്ധതിയില്ല, അതിവേഗ റെയിൽ കോറിഡോറിൽ കേരളത്തിന് ഇടമില്ല, അതേപോലെ വിഴിഞ്ഞത്തിന് പ്രത്യേക പാക്കേജുകളില്ല. കേരളം ആവശ്യപ്പെട്ട 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക സഹായമടക്കം 29 ഇന ആവശ്യങ്ങൾ കേരളം ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും ബജറ്റ് പ്രസംഗത്തിലേതായാലും ഇല്ല. ബജറ്റ് രേഖകളിൽ ഒളിച്ചു വെച്ച് ഉള്ളിൽ ഇത് വല്ലതും കണ്ടെടുക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എല്ലാം പോട്ടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം പ്രത്യേക പാക്കേജ് തിരുവനന്തപുരം നഗരത്തിന് വരുന്നു എന്ന് പ്രധാനമന്ത്രി അടക്കം വന്ന് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ മാതൃകാ നഗരമായി ഉയർത്തുമെന്നും മറ്റും. പക്ഷേ അങ്ങനെ ഒരു പരാമർശം ബജറ്റിലില്ല. തിരുവനന്തപുരത്തിന് പോലും മറ്റുള്ള സ്ഥലങ്ങൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൊടുക്കണമെന്നില്ല, എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുമില്ല. ആകെ ഈ ബജറ്റിൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പേര് പരാമർശിച്ചത് 2 തവണയാണ്. അതിലൊന്ന് ധാതു ഖനന കോറിഡോറാണ്. അത് സംബന്ധിച്ചും ഇപ്പോൾ പി രാജീവ് സംശയങ്ങൾ ഉയർത്തുകയാണ്. കേരളത്തിൻ്റെ ധാതു സമ്പത്ത് കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമമാണോ ഇതെന്ന് സംശയമെന്ന് പോലും ഭരണതലത്തിൽ ആരോപണങ്ങൾ ഉയരുന്നു. അതേതായാലും ഈ ധാതുക്കളുടെ ഖനനം, അതിൻ്റെ സംസ്കരണം, കേരളത്തിലെ അപൂർവമായിട്ടുള്ള മോണോസൈറ്റ്, ഇൽമനൈറ്റ് അടക്കമുള്ള അപൂർവ ധാതുക്കളുടെ നിക്ഷേപത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ഇതിന് പ്രത്യേക ഇടനാഴി, അതായത് തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ഇടനാഴിയിൽ കേരളത്തിന് ഇടം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേതാണ് ഇപ്പോൾ വലിയ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു കാര്യം. പ്രകൃതിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കടലാമകളുടെ സംരക്ഷണം എങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിന് കിട്ടിയത് ആമയാണ് എന്ന മട്ടിൽ ട്രോൾ ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ പ്രഖ്യാപനം, കേരളത്തിൻ്റെ പേര് വന്നത് അതാണ്. നെസ്റ്റിംഗ് സെൻറ്റർ, അതായത് കടലാമകളുടെ പ്രജനന കാലത്ത് കടലാമകൾ എത്തുന്ന തീരപ്രദേശങ്ങളിൽ അതിനെ നിരീക്ഷിക്കാനും അതിനെ സംരക്ഷിക്കാനുമുള്ള പ്രത്യേക പദ്ധതി. ഇത് തീരപ്രദേശങ്ങളിൽ പൊതുവെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കടലാമ നിരീക്ഷണത്തിനൊരു പ്രത്യേക പദ്ധതി. മൂന്നാമത്തെ, കേരളം ഒരുപക്ഷെ ഉൾപ്പെട്ടേക്കാമെന്ന് പ്രത്യക്ഷമായി നമുക്ക് പറയാവുന്ന ഒരു കാര്യം, കേര സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അതായത് നാളികേര ഉത്പാദക സംസ്ഥാനങ്ങൾക്ക് പൊതുവെ നാളികേര വ്യവസായത്തിൻ്റെ കൃഷിയുടെ വികസനത്തിനായി പ്രത്യേക പദ്ധതി. അതിൽ കേരളത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിൻ്റെ പേരിൽ തന്നെ കേരം ഉള്ളതുകൊണ്ട് അതിൽ കേരളം ഉൾപ്പെടുമെന്ന് നമുക്ക് കരുതാം. ഇതടക്കം ഇതിന് പുറമെയുള്ള 29 കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേ കോറിഡോറുകൾ 7 പ്രഖ്യാപിച്ചു. മുംബൈ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, ഡൽഹി, വാരണാസി, സിലിഗുരി, പൂനെ, ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ. അങ്ങനെ കേരളത്തിൻ്റെ തെക്കും വടക്കും പടിഞ്ഞാറും എല്ലാം കൂട്ടിമുട്ടുന്ന ഈ വലിയ പദ്ധതികളിൽ മെട്രോ നഗരങ്ങളിൽ നിന്ന് വിഭിന്നമായി ചെറുനഗരങ്ങളെയൊക്കെ കൂട്ടിയിണക്കുന്ന മെട്രോ നഗരങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഈ പദ്ധതികളിൽ തമിഴ്നാട്ടിൽ വന്ന് നിൽക്കുന്നു. തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു, കേരളത്തിലും നടക്കാനിരിക്കുന്നു. കേരളത്തിലേക്ക് ഈ
അതിവേഗ റെയിൽ കോറിഡോർ കടക്കുന്നില്ല. മാത്രമല്ല അതിവേഗ റെയിൽ പദ്ധതി നമ്മൾ വളരെ പ്രതീക്ഷിച്ചതാണ്, അതില്ല. എയിംസ് പ്രതീക്ഷിച്ചതാണ്, ഇല്ല. പക്ഷേ 3 ഓൾ ഇന്ത്യ ആയുർവേദ മെഡിക്കൽ എയിംസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ ഈറ്റിലമെന്ന് കരുതുന്ന കേരളത്തിൽ ഇതിൽ ഒന്നുപോലും ഏതായാലും ഇപ്പോൾ പേര് പറഞ്ഞിട്ടില്ല, പിന്നാലെ വരുമോ എന്നറിയില്ല. റാംജിയിൽ നിഹാംസ് മാനസികാരോഗ്യ വലിയ ഇൻ്റർനാഷണൽ ദേശീയ കേന്ദ്രം വരുന്നു, കേരളത്തിന് അതില്ല. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, സിക്കിം, അസം സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടടക്കം ടൂറിസം കോറിഡോർ വരുന്നു. കേരളത്തെ സംബന്ധിച്ച് അത്തരം പ്രഖ്യാപനങ്ങളില്ല. ഇൻലാൻഡ് വാട്ടർ, ഉൾനാടൻ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ പദ്ധതി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പദ്ധതികൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അതിന് അനുബന്ധമായിട്ട് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിൽ പക്ഷി നിരീക്ഷണത്തിനായി ട്രെയിനുകളടക്കം അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം പദ്ധതികൾ, ടൂറിസവും ഒക്കെ അനുവദിക്കുമ്പോൾ കേരളത്തിന് ഇത്തരം പദ്ധതികളൊന്നും കിട്ടുന്നില്ല. മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസിൻ്റെ പിന്തുണയിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നടത്തുന്ന വലിയ പദ്ധതികളെക്കുറിച്ച് പറയുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ഡിസൈൻ വിദ്യാഭ്യാസവും വികസനവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പറയുന്നു. പക്ഷേ ഈ വലിയ പദ്ധതികളുടെ ഒന്നും പരിധിയിൽ കേരളമില്ല. അതേസമയം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മറ്റും ഉയർത്തി വെച്ചതുകൊണ്ട് നമ്മൾ നേരത്തെ നിരീക്ഷിച്ചതുപോലെ പൊതുവേ ഉണ്ടാകുന്ന ഗുണഘടകങ്ങളിൽ അല്ലെങ്കിൽ ഡാറ്റ അനുബന്ധ കമ്പനികളിലും അനുബന്ധ കമ്പനികളിലും ഡാറ്റ ടൂളുകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിലും ഒക്കെ പൊതുവേ രാജ്യത്തിന് കിട്ടുന്ന ഗുണങ്ങളിൽ കേരളവും ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ ചിരകാല ആവശ്യങ്ങൾ, വൻ പദ്ധതികൾ ഒന്നും നടപ്പായില്ല എന്ന് മാത്രമല്ല പരാമർശം കൂടിയില്ല. ഹർഷൻ.